യാത്രകൾ ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് കല്യാണത്തിന് ശേഷമാണ് അങ്ങനെയുള്ള ചില ശീലങ്ങളൊക്കെ തുടങ്ങി വെച്ചത്. ഇന്ന് നമ്മൾ ഒരു യാത്രയ്ക്ക് പോവാണ് വിത്ത് ഫാമിലി ആയിട്ട്. എൻ്റെ ചേച്ചി വളരെ വിരലിലെണ്ണാവുന്ന ദിവസത്തിന് വേണ്ടിയിട്ട് വെക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂട്ടി ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വൺ ഡേ ട്രിപ്പാണ്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ചിലവ് ചുരുക്കാൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുഡാണ്. ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോവാണ് ചെയ്തിട്ടുള്ളത്. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും അതുപോലെ തന്നെ ബാജിക്കറിയാണ്. ഉരുളക്കിഴങ്ങും സബോളയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ വഴിയരികിൽ നമ്മൾ വണ്ടി സൈഡാക്കിയതിന് ശേഷം അവിടെ നിന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. അക്ഷയ്ക്ക് ഉള്ളിൽ സ്ഥലമില്ലാത്ത കാരണം ഡിക്കിയിലെ ചെറിയൊരു സ്റ്റൂൾ ഇട്ടിട്ട് അതിലിരുത്തിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്തായാലും അവിടെ നിന്ന് യാത്ര തിരിച്ചു. നമ്മൾ നേരെ പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ്. നെല്ലിയാമ്പതിയിലെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അവിടെ ചെക്ക് പോസ്റ്റിൽ പോയിട്ട് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. യാത്രയിൽ ഉടനീളം നമുക്ക് ചെറിയ ചെറിയ കാടുകളും അതുപോലെ തന്നെ ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ ഒരു വഴിയരികിലൊക്കെ ഉണ്ടാവുക. പോകുന്ന അന്ന് പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രകൃതിയെ ആസ്വദിക്കാനൊക്കെ നമുക്ക് സാധിച്ചു. പോകുന്ന വഴിക്ക് ചെറിയ കുരങ്ങന്മാരെയും അതുപോലെ തന്നെ ഒരുപാട് കിളികളുടെ സൗണ്ടുകളൊക്കെ കേൾക്കാനും ആസ്വദിക്കാനും പറ്റി. നെല്ലിയാമ്പതിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത് ജീപ്പിലുള്ള ട്രക്കിംഗ് ആണ്. ഞങ്ങളും ട്രക്കിങ്ങിന് ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ട്രക്കിങ്ങിന് പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ ചെറിയ സ്നാക്സും കുറച്ച് വെള്ളമൊക്കെ എടുത്തോളാം ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ജീപ്പിലാണ് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നത്. പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് ആളുകളൊന്നും ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു. ഇനി വരുന്ന ആളുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുന്ന ജീപ്പുകളാണ് സവാരിക്ക് പോകാനായിട്ട്. ആദ്യം തന്നെ കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലത്ത് കൂടെയാണ് യാത്ര തുടങ്ങിയതെങ്കിലും പിന്നീട് നമ്മൾ ചെന്നെത്തിയത് പാറയുടെ മുകളിലേക്കാണ്. അപ്പോൾ യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇതുപോലെ ചെറിയൊരു ചെക്ക് പോസ്റ്റും കൂടി ഉണ്ട്. ഇവിടെ പോയിട്ട് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും എടുക്കണം. അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം അതുണ്ട്. അതിനുശേഷം കുറച്ച് പാറകളുടെ മുകളിൽ കൂടിയും അതുപോലെ തന്നെ നിരപ്പില്ലാത്ത സ്ഥലത്തിൽ കൂടിയൊക്കെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഏകദേശം 9:30 കൂടിയിട്ട് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ തിക്കും തിരക്കും ബഹളവും ആൾക്കാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രൈവർ ചേട്ടനും ഭയങ്കര അധികം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അടിവാരത്ത് ഇന്ന സാധനമാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കമ്പനികളും അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ യാത്രയിൽ ഇതാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ആളെന്ന് പറയുന്നത്. അവൾക്ക് കളിക്കാനായിട്ട് സംഭവങ്ങളൊക്കെ അവിടെ തന്നെ പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവൾ അവളുടെ രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. പിന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക എന്നുള്ളത്. അതൊക്കെ അതിൻ്റെ മുറ പോലെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് മഴയൊന്നും ഇതിൻ്റെ ഇടയിൽ ഒന്ന് തൂളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കോഡൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ ചെന്നതിന് ശേഷം വന്ന ഫാമിലീസാണ് അവിടെ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ കുറേ അങ്ങോട്ട് ദൂരം സഞ്ചരിച്ചു. എന്നിട്ടാണ് ഈ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഭ്രമരം സിനിമയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിൽ കാണാനായിട്ടുള്ള യാത്രയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദൂരം അങ്ങോട്ട് ഉള്ളിലേക്ക് നടക്കാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോൾ ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇരിക്കുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ടൊന്നല്ല ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. ഞങ്ങളുടെ രണ്ടാമത്തെ ട്രിപ്പാണ് ഈ ഒരു സ്ഥലത്തേക്ക്. പക്ഷേ ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഇരിക്കുന്ന കുട്ടിപ്പട്ടാളങ്ങളുടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നും ഓർക്കാനായിട്ടുള്ള ഒരു ഓർമ്മയാണ് ഈ ഞങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു സ്ഥലത്തെ ഒരു എസ്റ്റേറ്റിലേക്കാണ്. അവിടെ കുറച്ച് മെയിൻ്റെനൻസ് പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ ചേട്ടന് പരിചയമുള്ള ഒരു എസ്റ്റേറ്റാണ്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് വെറുതെ ഒന്ന് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതും കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പോയപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ് അവിടെ കാണാൻ പറ്റിയത്. ഒരുപാട് പൂക്കളുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാലസാണ്. പാലസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു ഫാം ഹൗസ്. അവർ റിനോവേഷൻ ചെയ്യാനായിട്ട് പോവാണ്. കാരണം ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ പൂക്കളൊക്കെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് ഭംഗിയൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവിടുത്തെ കെയർ ടേക്കർ ആയിട്ടുള്ള ചേട്ടൻ ഒരുപാട് പൂക്കൾ വേറെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീടിന് ചുറ്റും കൊണ്ടുപോയി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പകർത്തി ഫോട്ടോസും വീഡിയോസൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ അവിടെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് മിൻറ്റിൻ്റെ ചെടിയാണ്. നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ചെടിയാണ്
പൊട്ടിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇലയൊന്നും ഇങ്ങനെ പൊട്ടിക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു വാസന മൂക്കിലേക്ക് അടിച്ച് കയറാനായിട്ട് തുടങ്ങും. അപ്പോൾ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ചേട്ടനോട് ഇതൊന്ന് ചോദിച്ചാലൊന്ന്. പക്ഷേ ആ ഒരു ആഗ്രഹം ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങളുടെ മനസ്സ് കണ്ടറിഞ്ഞുകൊണ്ട് ആ ചേട്ടൻ ഞങ്ങൾക്ക് കുറച്ച് മിൻറ്റ് ലീവ്സൊക്കെ പൊട്ടിച്ച് തന്നു. വീട്ടിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് മിൻറ്റ് ലീവ്സൊക്കെ വാങ്ങിച്ച് ആ ചേട്ടനെ ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് സീസൺ അല്ല, അവിടെ ഓറഞ്ചൊക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് സീസൺ അല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ ഓറഞ്ചുകളൊക്കെ കാണാനായിട്ട് പറ്റി. അതുപോലെ തന്നെ അവിടെ പേരക്കയുടെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. പക്ഷേ പേരക്കയുടെയും സീസൺ അല്ല, അതുകൊണ്ട് പേരക്കായൊന്നും നമുക്ക് പൊട്ടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് അടുത്ത സ്പോട്ടിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 8 AM to 5 PM വരെയാണ്. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, സീതാർകുണ്ട് എന്ന് പറയും. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരുപാട് ദൂരത്തേക്ക് അങ്ങോട്ട് നടക്കണം. പോകുന്ന വഴിക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കരുത് എന്നുള്ള ബോർഡുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക. വഴിയും കാര്യങ്ങളൊക്കെ വളരെയധികം നീറ്റായിട്ട് തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെ നടന്നു പോകാനായിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് വെയിലിൻ്റെ ശക്തി കൂടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 12 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നെല്ലിയാമ്പതിയിലെ പ്രധാനപ്പെട്ട സൂയിസൈഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആദ്യം പോയ സമയത്ത് ഇതുപോലെ കമ്പിവേലിയും കാര്യങ്ങളൊന്നും കെട്ടിയിട്ടും മറച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഈ ഒരു മരത്തിൻ്റെ അടുത്ത് വരെ പോയി നിന്ന് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ചുറ്റും കമ്പിവേലൊക്കെ കെട്ടി മറച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പരിധി വിട്ട് അങ്ങോട്ട് മുന്നേക്ക് പോകാനായിട്ട് പറ്റില്ല. ഒരു പക്ഷേ നമ്മുടെ സേഫ്റ്റിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാനായിട്ട് കാഴ്ച എന്ന് പറയുന്നത് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെയാണ് കാണുക. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. അതിനേക്കാൾ ഏറെ നമുക്ക് വെയിലാണ് അനുഭവപ്പെട്ടത്. ഒരുപാട് നേരമൊന്നും ഇവിടെ നിൽക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ പ്രോപ്പറായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് താഴത്തെ ചെറിയ മണ്ണിലോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പാറയിലൊക്കെ വേണം ഇരിക്കാനായിട്ട്. ഇവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം വീട്ടിലേക്ക് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് പോകാമെന്നുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു സ്നാക്സിൻ്റെ ഏരിയ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീമും അതുപോലെ തന്നെ അവിടെ ഉള്ള തേനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. നമുക്കത് വാങ്ങിക്കാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. നേരെ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് ചെറിയൊരു തേയിലത്തോട്ടം കണ്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിലിരുന്ന് എന്തായാലും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചോറും കൂർക്കപ്പേരിയും അതുപോലെ തന്നെ നല്ല അടിപൊളി മീൻകറിയും പിന്നെ നമുക്ക് കുറച്ച് മോരുകറിയും പപ്പടമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഉച്ചക്കിലത്തെ ഭക്ഷണം നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. നമ്മൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പാത്രങ്ങളിൽ തന്നെയാണ്. അതുപോലെ തന്നെ കഴിക്കുന്ന പ്ലേറ്റ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളവിടെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം അവിടെ കാറ്റും കൊണ്ടിരുന്നതിന് ശേഷം വീണ്ടും നമ്മൾ വണ്ടിയിൽ കയറി അടുത്ത സ്പോട്ട് പിടിക്കാനായിട്ട് പോവാണ്. യാത്രയിൽ നമ്മൾ ഇതുപോലെ നൊസ്റ്റ് ഉണർത്തുന്ന ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വഴിയിൽ ഇങ്ങനെ കഴിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത്. പിന്നീട് നമ്മൾ അവസാനം പോകുന്നത് ഈ ഒരു സ്പോട്ടിലേക്കാണ്. ഇത് പോത്തുണ്ടി ഡാമാണ്. ഇവിടെ കുതിരസവാരിയും അതുപോലെ തന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോത്തുണ്ടി ഡാമിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ കയറുന്ന ആ ഒരു വഴിയിൽ തന്നെ കുട്ടികളെ ആകർഷിക്കാനായിട്ട് ഒരുപാട് കച്ചവടക്കാർ അവരുടെ രീതിയിൽ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായാലും അതിനൊന്നും ഗൗരവം കൊടുക്കാതെ നേരെ ഉള്ളിലേക്ക് കയറി. ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് മഴ തൂളുന്നല്ലെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും മഴ നല്ല അതിശക്തമായിട്ട് പെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം മഴയൊക്കെ ഒന്ന് പെയ്ത് ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഒരുപാട് സ്റ്റെപ്സ് ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മുകളിലെത്തിയപ്പോഴേക്കും അവിടെയുള്ള കാഴ്ച അതിമനോഹരം തന്നെയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതൊക്കെ കണ്ട് താഴത്തേക്ക് ഇറങ്ങി. ഇനി കുട്ടികൾ കളിക്കാനായിട്ട് അവിടെ വിശാലമായിട്ടുള്ള ഒരു പാർക്കുണ്ട്, അവിടേക്കാണ് നേരെ വെച്ച് പിടിക്കുന്നത്. അപ്പോൾ നല്ല അതിമനോഹരമായിട്ടുള്ള ഗാർഡനും പാർക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തു. ഈ ഒരു യാത്രയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി യാത്രയായിരുന്നു. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ചേച്ചിയും മക്കളൊക്കെ നാട്ടിലേക്ക് വരിക. അതുവരെ മനസ്സിൻ്റെ പുസ്തകത്താളിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ദിവസം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.